ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ലിവറിന്റെ റോസ്റ്റ് ആണ്. ഇതിനായി 1/2 കിലോ മട്ടന്റെ ലിവർ നന്നായി കഴുകി എടുത്തു വെക്കാം. ഒരു കുക്കർ എടുക്കണം. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മട്ടൻ ലിവർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 7 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണവും നന്നായി ചതച്ചിട്ട് കൊടുക്കാം. കൈ നിറയെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുക്കർ അടച്ച് 2 വിസിൽ വരുന്നത് വരെ ലിവർ വേവിച്ചെടുക്കണം. 2 വിസിൽ വന്നിട്ടുണ്ട്. ലിവർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുക്കണം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 7 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണവും നന്നായി ചതച്ച് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായി എണ്ണയിൽ വാടട്ടെ. ഇനി ഇതിലേക്ക് 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 സവോള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. സവോള ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. എല്ലാ മസാലപ്പൊടികളുടെയും പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഗ്രേവി ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ മൊത്തം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ലിവറിന്റെ ഗ്രേവി ഇപ്പോൾ തിളച്ച് കുറുകി വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് എരിവ് നോക്കി കുറവായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കൂടി ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇനിയും ഡ്രൈ ആവാനുണ്ട്. ഒന്നുകൂടി ലോ ഫ്ലെയിമിൽ വറ്റിച്ചെടുക്കണം. ഇപ്പൊ ഗ്രേവി ഒക്കെ വറ്റി നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി കൈ നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല ഡ്രൈ റോസ്റ്റ് ആയി. നന്നായി റോസ്റ്റ് ചെയ്താലാണ് ലിവറിന് ടേസ്റ്റ് ഉള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനു മുൻപ് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. കഴിക്കുന്നതിന് മുമ്പ് 1 അരമണിക്കൂറോളം ഇത് അടച്ചു വെക്കും. ഇന്ന് പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് വിളർച്ച, രക്തമില്ലായ്മ. കുഞ്ഞുങ്ങളിലും വിളർച്ചയുണ്ടാകാറുണ്ട്. രക്തമുണ്ടാവാനുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണ് ലിവർ. അതുകൊണ്ട് തന്നെ ഒരു ഔഷധമായി മട്ടൻ ലിവർ ഇടയ്ക്ക് വരട്ടി കഴിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.